Hi, this is me Harris from ZodEDU. Welcome to Zod Online English Training Program. Today we want to learn how to use singular and plural forms in English. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് സിംഗുലർ ആൻഡ് പ്ലൂറൽ ഫോം ഉപയോഗിക്കുന്നതാണ് എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. And this video is exclusively for school going students. സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് തയ്യാറാക്കിയതാണ് ഇന്നത്തെ വീഡിയോ. So, let's get started. കഴിഞ്ഞ വീഡിയോയിൽ ഒരു സിംഗുലർ ഫോമിനെ പ്ലൂറൽ ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ലെസനാണ് ഇന്നത്തെ ലെസൺ. സോ ലെറ്റ്സ് ഗോ ടു ദ ലെസൺ. ഒരു വേർഡ് ഒരു വാൽസിൽ എൻഡ് ചെയ്തിട്ട് അതിൻ്റെ ശേഷം ഓ എന്നുള്ളൊരു ലെറ്റർ വരികയാണെന്നുണ്ടെങ്കിൽ എസ് ചേർത്തിട്ട് തന്നെയാണ് നമ്മൾ പ്ലൂറൽ ഫോംസ് ഉണ്ടാക്കുന്നത്. സി ലുക്ക് അറ്റ് ദ ഫസ്റ്റ് എക്സാമ്പിൾ. എ സൂ ബിക്കംസ് 2 zoos. സൂ എന്നുള്ളതിൻ്റെ കൂടെ എസ് ചേർക്കുമ്പോൾ നമ്മൾ സൂസ്. നെക്സ്റ്റ് വൺ, എ വീഡിയോ ബിക്കംസ് 2 videos. വീഡിയോ എന്നുള്ളതിനെ നമ്മൾ വീഡിയോസ് ചേർക്കുമ്പോൾ എസ് ചേർത്തിട്ടാണ് പ്ലൂറൽ ഉണ്ടാക്കുന്നത്. സിമിലർലി എ റേഡിയോ ബിക്കംസ് 2 radios. എ സ്റ്റീരിയോ ബിക്കംസ് 2 stereos. എ kangaroo become 2 kangaroos. But when a word ends in a consonant and plus o, we add es. ഒരു വേർഡ് കോൺസണന്റിന് ശേഷം ഓ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ ഇ എസ് ചേർത്തിട്ട് തന്നെയാണ് പ്ലൂറൽ ഫോം ഉണ്ടാക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എ ഹീറോ ബിക്കംസ് 2 heroes. എ ടൊമാറ്റോ ബിക്കം 2 tomatoes. എ പൊട്ടാറ്റോ ബിക്കംസ് 2 potatoes. An echo become 2 echoes. But there are always exceptions in English. ഇംഗ്ലീഷിൽ എല്ലായ്പ്പോഴും എക്സെപ്ഷൻസ് ഉണ്ടാവാറുണ്ട്. അതിൽ വരുന്ന 2 വേർഡ്സാണ് ഫോട്ടോ. ഫോട്ടോ എന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ എസ് മാത്രമേ ചേർക്കുള്ളൂ, ഈ എസ് ചേർക്കാറില്ല. ആൻഡ് സിമിലർലി പിയാനോ. പിയാനോയുടെ ശേഷം നമ്മൾ എസ് മാത്രമേ ചേർക്കാറുള്ളൂ, ഈ എസ് ചേർക്കാറില്ല. അപ്പോൾ എക്സെപ്ഷൻസ് എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. എന്നാൽ മറ്റു ചില നൗണുകൾ തീർത്തും വ്യത്യസ്തമാണ് പ്ലൂറൽ ഫോം. അതിനെയാണ് നമ്മൾ ഇറഗുലർ നൗൺസ് എന്ന് പറയുന്നത്. ഇത്തരം വാക്കുകൾ നമ്മൾ ഒരിക്കലും ഇതുവരെ പഠിച്ച റൂളുകളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ ഇത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കണം. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് സം അതർ എക്സാമ്പിൾ. എ മാൻ. എ മാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരുഷനാണ്. അതിന് നമ്മൾ പ്ലൂറലാക്കുമ്പോൾ 2 men എന്നാണ് പറയുക. 2 men. അവിടെ നമ്മൾ മെൻസ് എന്ന് പറയേണ്ട ആവശ്യമില്ല, അങ്ങനെ പറയില്ല. സിമിലർലി എ വുമൺ. എ വുമൺ അതിൻ്റെ പ്ലൂറലായിട്ട് വരുന്നതാണ് 2 women. 2 women. വിമിൻസ് എന്ന് പറയില്ല. അത് പറയുമ്പോൾ നമ്മളൊരു അപ്പോസ്ട്രോഫി എസ് ചേർത്തിട്ടാണ് പറയാറുള്ളത്. അത് വിമൻ്റെ എന്നാണ് മീനിങ് വരിക. സ്ത്രീകളുടെ എന്ന് പറയാനാണ് അപ്പോസ്ട്രോഫി ചേർത്തിട്ട് പറയുന്നത്. നെക്സ്റ്റ്, എ ചൈൽഡ് ബിക്കംസ് 2 children. A tooth becomes 2 teeth. A foot become 2 feet. A person becomes 2 people. അങ്ങനെ ഒത്തിരി വാക്കുകൾ ഈ ഒരു കാറ്റഗറിയിലും വരുന്നുണ്ട്. ഓക്കെ, എന്നാൽ സിംഗുലറും പ്ലൂറലും ഒരുപോലെ ഉപയോഗിക്കുന്ന നൗണുകളും ഇംഗ്ലീഷിലുണ്ട്. ഇവിടെ നമുക്ക് ഒരു ചേഞ്ചസും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ, എ ഷീപ്പ് 2 sheep. ഇവിടെ നമുക്ക് ഒരു ചേഞ്ചും ഇല്ല. ഒന്നാണെങ്കിലും ഒന്നിൽ കൂടുതലാണെങ്കിലും നമ്മൾ ഷീപ്പ് തന്നെ പറയുന്നുള്ളൂ. ഇതുപോലെ വരുന്ന മറ്റൊരു എക്സാമ്പിളാണ് എ ഫിഷ് 2 fish. എ ഡിയർ 2 deer. എ series 2 series. എ species 2 species. അപ്പോൾ ഇത്തരം വാക്കുകൾ നമ്മൾ ഒന്നാണെങ്കിലും ഒന്നിൽ കൂടുതൽ വന്നു കഴിഞ്ഞാലും അതിന് നമ്മൾ വേറെ ഒരു കാര്യവും ചേർക്കേണ്ട ആവശ്യമില്ല പ്ലൂറൽ ഫോം. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്ലൂറൽ ഫോംസിൽ പഠിക്കാനുള്ളത്. ബട്ട് എ വേർഡ് ends in consonant+y
we remove the y and add ies. ഒരു വേർഡ് കോൺസണന്റ് കഴിഞ്ഞതിന് ശേഷമാണ് y വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ y റിമൂവ് ചെയ്തിട്ടാണ് നമ്മൾ ies ആണ് ചേർക്കുന്നത്. For example, a city becomes 2 cities. A baby becomes 2 babies. A party becomes 2 parties. A lady becomes 2 ladies. A story becomes 2 stories. A country becomes 2 countries. And finally, not all nouns have plural form. Some nouns do not have a singular or plural form. They are called uncountable nouns. ചില നൗണുകൾക്ക് നമുക്ക് സിംഗുലർ ഓർ പ്ലൂറൽ ഫോംസ് ഇല്ല. അത്തരം നൗണുകൾ നമ്മൾ അൺകൗണ്ടബിൾ നൗൺ എന്നാണ് പറയാറുള്ളത്. നമുക്ക് എണ്ണി പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത നൗണുകളാണ്. സോ അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വിശദമായിട്ട് പഠിക്കാം. ഹായ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക, ആൻഡ് ഓഫ് കോഴ്സ് നിങ്ങളുടെ മറ്റു കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. So that's all for now, and see you on next video. For more updates, youtube.com/ZodEDU.